ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, കിഡ്നി പേഷ്യൻസ്, അങ്ങനെ വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ, മാരകമായിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ച ആളുകൾ ചികിത്സ ചെലവ് താങ്ങാതെ എന്തെങ്കിലും സഹായം കിട്ടാൻ വഴിയുണ്ടോ ചോദിച്ചു വരുന്നുണ്ട്. കേരളത്തിൽ ആ പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ ഞാൻ ഓരോ ആളുകൾ വരുമ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ, ഈ രാജ്യം മുഴുവൻ മോദി സർക്കാർ 50 കോടി വീടുകളിൽ 50 കോടിയോളം ആളുകൾക്ക് ഗുണകരമാകുന്ന പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്നുള്ളത്. പാവപ്പെട്ട ആളുകൾ ഇന്ന് ഒരു ചെറിയൊരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ ഒരു 10,000 25,000 രൂപ ബില്ലില്ലാതെ ഒരു ദിവസം കിടന്നാൽ തിരിച്ചു വരാൻ കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള പദ്ധതിയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി. മുഖ്യമന്ത്രിയോട് ഈ ഗവൺമെന്റിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പെങ്കിലും സർക്കാർ ആ പദ്ധതിയിൽ ഒന്ന് ഒപ്പുവെക്കണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. കാരണം സാധാരണക്കാരായ ആളുകളുടെ വിഷമം പിണറായി സർക്കാർ കാണണം. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ പോയാൽ ഈ പദ്ധതിയുണ്ട്, കർണാടകയിൽ പോയാൽ പദ്ധതിയുണ്ട്, മറ്റ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി വളരെ കൃത്യമായിട്ട് നടപ്പാക്കുന്നു. 5 ലക്ഷം രൂപ വരെ ഒരു പ്രശ്നമില്ലാതെ 32,000 ആശുപത്രികളിൽ 1,500ഓളം വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ, 300-ലധികം വിവിധ തരത്തിലുള്ള ടെസ്റ്റുകൾ എല്ലാം സൗജന്യമായിട്ട് കിട്ടുന്ന, റൂം റെന്റ് ഉൾപ്പെടെ സൗജന്യമായിട്ട് കിട്ടുന്ന ആ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകുന്നു.